വേദവ്യാസൻ. വേദം വ്യസിച്ചവനെന്നുള്ള അർത്ഥത്തിൽ വേദവ്യാസനായി തീർന്ന കൃഷ്ണദ്വൈപായനനാണ് നമ്മുടെ ആദ്യ കഥാപാത്രം. 4 വേദങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ആധ്യാത്മരാമായണം, മഹാഭാരതം എന്നീ 2 ഇതിഹാസങ്ങളും തുടങ്ങി ഉപവേദങ്ങളും വേദാംഗങ്ങളും ഉൾപ്പെടെ മറ്റനേകം സംസ്കൃത കാവ്യങ്ങളും അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചു. ആ കാവ്യമഹാകായൻ തന്നെയാണ് നമ്മുടെ ആദ്യ കഥാപാത്രം. ഭൂലോകത്തിൽ ജന്മമെടുത്തിട്ടുള്ള എല്ലാ ചരാചരങ്ങളിലും ഗുണത്രയങ്ങളെ, അതായത് 3 ഗുണങ്ങളെ നമ്മുടെ ഋഷിമാർ ദർശിച്ചിരുന്നു. ആ 3 ഗുണങ്ങളാണ് സദ്ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇവ ഇപ്രകാരം പ്രധാന ദേവന്മാരായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും ഈ ഗുണത്രയത്തിലുള്ളതാണ്. സദ്ഗുണാധാരിയാണ് ബ്രഹ്മാവ്. അദ്ദേഹത്തിൽ അധിഷ്ഠിതമാണ് ഈ ബ്രഹ്മാണ്ടവും അതിലെ കോടി കോടി ജൈവ അജൈവ വസ്തുക്കളുടെ ഉൽപ്പത്തിയും. ആ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹത്തിൻ്റെ മകൻ ശക്തി മഹർഷിയുടെ പൗത്രനായാണ് വേദവ്യാസൻ ജനിക്കുന്നത്. അച്ഛൻ പരാശര മഹർഷി. ശക്തി വസിഷ്ഠൻ്റെ 100 പുത്രന്മാരിൽ മൂത്തവനായിരുന്നു. ഇക്ഷ്വാകു വംശത്തിലെ കൽമാഷപാതൻ എന്ന രാജാവ് ഒരു ദിവസം മൃഗയാവിവശനായി വസിഷ്ഠൻ താമസിക്കുന്ന ആശ്രമ പ്രദേശത്തു കൂടി വരാനിടയായി. ഭക്തിയും കൽമാഷപാത രാജാവ് 2 പേരും വനപാതയിലൂടെ എതിരെ വന്ന് മുഖാമുഖം നിന്നു. ദുരഭിമാനം നിമിത്തം 2 പേരും വഴിമാറിക്കൊടുത്തില്ല. ദേഷ്യത്തിൽ കൽമാഷപാത രാജാവ് ശക്തിയെ കയ്യിലിരുന്ന ചാട്ട കൊണ്ട് അടിക്കാൻ തുടങ്ങി. ശക്തിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. തപശക്തിയിൽ അഗ്രഗണ്യനായിരുന്ന ശക്തി കൽമാഷപാതനെ തിരിച്ചും ശപിച്ചു. നീ മനുഷ്യഭോജിയായ രാക്ഷസനായി പോകട്ടെ എന്ന്. മഹർഷിമാരായ വസിഷ്ഠനും വിശ്വാമിത്രനും ഒരേ മുനിയുടെ കീഴിൽ ഒന്നിച്ച് വിദ്യാഭ്യാസം ചെയ്തവരാണ്. പഠനകാലത്തുണ്ടായിരുന്ന വിരോധം മഹർഷിമാരായി വളർന്നപ്പോൾ ബദ്ധശത്രുതയായി തീർന്നു. വിശ്വാമിത്രൻ ആ ശത്രുത മകൻ ശക്തിയിൽ കൂടി തീർക്കാൻ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചു. വിശ്വാമിത്രൻ മനുഷ്യഭോജിയായി തീർന്ന കൽമാഷപാതനെ സഹായിച്ചു. ആദ്യം ശക്തിയെ തന്നെ പിടിച്ചു ഭക്ഷിച്ചു. ഒന്നൊന്നായി മനുഷ്യൻ്റെ 100 പുത്രന്മാരെയും ഭക്ഷിച്ചു. അത്യധികം ദുഃഖിതനായ വസിഷ്ഠൻ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചിരുന്നു. അവസാനം വസിഷ്ഠൻ വിധവയായ പുത്രഭാര്യ അദൃശ്യന്തിയോടുകൂടി താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം വസിഷ്ഠൻ വേദപഠനം നടത്തുമ്പോൾ അകത്തു മുറിയിൽ നിന്നും ആരോ വേദം ചൊല്ലുന്നതായി ശ്രദ്ധിച്ചു. ഉടനെ വസിഷ്ഠൻ അദൃശ്യന്തിയെ വിളിച്ച് ചോദിച്ചു, ആരാണ് മോളെ അവിടെ വേദപഠനം ചൊല്ലുന്നത്? അദൃശ്യന്തി പറഞ്ഞു, അച്ഛാ, അതെൻ്റെ ഗർഭത്തിലുള്ള ശക്തിയുടെ കുട്ടിയാണ്. ആ ശിശുവിൻ്റെ വേദ അധ്യയനമാണ് അങ്ങ് കേട്ടത്. വംശവർദ്ധനവിന് ശക്തിയുടെ കുട്ടിയായി ഒരു കണ്ണിയുണ്ടായതിൽ വസിഷ്ഠൻ അതീവ സന്തുഷ്ടനായി. അതിനിടയ്ക്ക് രാക്ഷസരൂപിയായ കൽമാഷപാതൻ ഗർഭിണിയായ അദൃശ്യന്തിയെ പിടിച്ചു തിന്നുന്നതിന് ഓടിയെടുത്തു.
അത് കണ്ട് വസിഷ്ഠൻ കൽമാഷപാതനെ അരികെ വിളിച്ച് ശാപമുക്തി കൊടുത്തു. ഗർഭസ്ഥനായിരിക്കുമ്പോൾ തന്നെ വേദപഠനം തുടങ്ങിയ പരാശരൻ അത്യന്തം പണ്ഡിതനായി തീർന്നു. അതിബുദ്ധിമാനായ പരാശരൻ്റെ പുത്രനായാണ് വ്യാസൻ്റെ ജനനം. വ്യാസൻ്റെ ജനനവും വളരെ കൗതുകം നിറഞ്ഞത് തന്നെയാണ്. പരാശര മഹർഷി ഒരിക്കൽ യമുനാ നദിക്കരയിലെത്തി അക്കരെ കടക്കാൻ വേണ്ടി ആ കടവിൽ കടത്ത് നടത്തുന്നത് മുക്കുവത്തലവനായ ദശരാജനാണ്. അദ്ദേഹം ഭോജനത്തിനായി ഇരുന്നതുകൊണ്ട് പരാശരനെ അക്കരെ കടത്തുന്ന ജോലി തത്കാലം മകളായ സത്യവതിയെ ഏൽപ്പിച്ചു. സത്യവതി ദശരഥൻ്റെ വളർത്തുമകൾ ആയിരുന്നു. അദ്രിക എന്ന അപ്സരസ്ത്രീയുടെ മകളായാണ് സത്യവതിയുടെ ജനനം. ഒരു ദിവസം അദ്രിക കൂട്ടുകാരായ മറ്റ് ദേവസ്ത്രീകളും ഗന്ധർവന്മാരുമൊത്ത് യമുനാ നദിയിൽ ജലക്രീഡയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സാധാരണ ഇതറിയാവുന്ന മനുഷ്യർ ആരും ആ കടവ് ഉപയോഗിക്കാറില്ല. ഇതൊന്നും അറിയാതിരുന്ന ഒരു പാവം ബ്രാഹ്മണൻ അന്ന് സന്ധ്യാവന്ദനത്തിനായി അവിടെ എത്തി. സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ വൃദ്ധബ്രാഹ്മണൻ്റെ സാന്നിധ്യം അരോചകമായി തോന്നിയ അദ്രിക വെള്ളത്തിനടിയിൽ കൂടി നീന്തിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ചു വലിച്ച് വെള്ളത്തിൽ വീഴിച്ചു. പരിഭ്രാന്തിയോടെ കരയിൽ കയറിയ ബ്രാഹ്മണൻ ധ്യാനഭംഗം നടത്തിയ അദ്രികയെ ശപിച്ചു. നീ മത്സ്യഗന്ധിയായി പോകട്ടെ. ശാപവചനത്തിൽ പേടിച്ച് എല്ലാവരും കൂടി ബ്രാഹ്മണൻ്റെ കാല് പിടിച്ച് പ്രാർത്ഥിച്ചു. അവസാനം അദ്രികയ്ക്ക് ശാപമോക്ഷം നൽകി. നിനക്ക് ഇരട്ട കുട്ടികളുണ്ടാകുമ്പോൾ ശാപമോക്ഷം ലഭിക്കും. അന്നു മുതൽ അവൾ യമുനാ നദിയിൽ മത്സ്യമായി വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ചേതി രാജ്യത്തെ രാജാവായ വസു നായാട്ടിനായി വനത്തിൽ പോയി. നായാട്ടിൽ ഒറ്റപ്പെട്ട രാജാവ് അലഞ്ഞു ക്ഷീണിച്ച് ഒരു മരച്ചവട്ടിലിരുന്നു. മന്ദമാരുതനിൽ തെന്നി വന്ന വനപുഷ്പങ്ങളുടെ മാദകഗന്ധം രാജാവിൻ്റെ ചിന്ത സുന്ദരിയായ രാജ്ഞിയുടെ അടുത്തെത്തിച്ചു. സുന്ദരി സ്മരണയിൽ നിമഗ്നനായ രാജാവിന് വീര്യഖലിതമുണ്ടായി. തൻ്റെ വീര്യം രാജ്ഞിയുടെ ഗർഭത്തിലെത്താതെ നഷ്ടമാകുന്നതിൽ കുണ്ഠിതം തോന്നിയ രാജാവ് ആ വീര്യം ഒരു പരുന്തിൻ്റെ പക്കൽ കൊട്ടാരത്തിലേക്ക് കൊടുത്തയച്ചു. പൊതിയും കൊണ്ടുപോകുന്ന പരുന്തിനെ കണ്ട് മറ്റൊരു പരുന്ത് ആഹാരമെന്നോർത്ത് ബഹളം കൂടി. ഇതിൻ്റെ ഇടയ്ക്ക് പൊതി യമുനയിൽ വീണുപോയി. അടുത്തുണ്ടായിരുന്ന മത്സ്യമായി വസിക്കുന്ന അദ്രികയിൽ സംക്രമിച്ചു. അങ്ങനെ വസുവിൻ്റെ ബീജത്തിലുള്ള ശിശു അദ്രികയുടെ ഉദരത്തിൽ വളരാൻ തുടങ്ങി. മുക്കുവ രാജാവായ ദശരഥൻ്റെ വലയിൽ കുടുങ്ങി ഗർഭവതിയായ അദ്രിക അസാധാരണമായി വീർത്ത് കണ്ട മത്സ്യത്തിൻ്റെ വയറ് കീറി നോക്കിയ ദശരാജൻ അത്ഭുതം കൂറി. 2 മനുഷ്യക്കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. ഈ അത്ഭുതം കണ്ട് പരിഭ്രാന്തനായ ദശരാജൻ അവിടുത്തെ രാജാവായ ചേതി രാജാവിന് മുന്നിൽ കുട്ടികളെ സമർപ്പിച്ചു. ആൺകുട്ടിയെ രാജാവ് വളർത്തി. അവൻ പിന്നീട് വളർന്ന് മത്സ്യരാജാവ് എന്ന സമർത്ഥനായി തീർന്നു. കറുത്ത നിറമുള്ള പെൺകുട്ടിയെ കാളിയെന്ന് വിളിച്ചു. അവൾ വളർന്ന് യൗവനയുക്തയായപ്പോൾ ആകാരസൗഷ്ഠവത്തിൽ അവൾ അനന്യമോഹിനിയായി. സത്യശീലയായ അവളെ സത്യവതിയെന്ന് നാട്ടുകാരും വിളിക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ ശരീരത്തിന് ഉണ്ടായിരുന്ന മത്സ്യഗന്ധം
അവൾക്ക് മത്സ്യഗന്ധി എന്ന പേരിന് കാരണമായി. പരാശരനെ തോണി കടത്തുന്നത് കാളിയും സത്യവതിയുമായ ഈ സൗശീല്യായിരുന്നു. പരാശരന് തൻ്റെ ദിവ്യദൃഷ്ടിയിൽ സത്യവതിയുടെ ഭൂതകാലം വ്യക്തമായി. എന്നാൽ പരാശരനെ ആകർഷിച്ചത് ഇവളുടെ ഭാവികാലമാണ്. ലോകാര്യനായ ഒരു ബുദ്ധിയെ ലോകത്തിന് നൽകാനുള്ള പ്രാപ്തിയെയാണ്. അതിനുള്ള സമയം ആഗതമായി എന്ന് ദിവ്യനിഷ്ഠയിൽ കണ്ട പരാശരൻ അവളെ പ്രാപിക്കാൻ അഭ്യർത്ഥിച്ചു. കന്യകാത്വത്തിൽ ശങ്കിച്ച അവൾക്ക് അച്ഛൻ്റെ മുമ്പിൽ കന്യകയായി തന്നെ ഇരിക്കാനുള്ള വരം കൊടുത്തു. വ്രീളാവതിയായ സത്യവതി രണ്ട് കരയിലും കുളിക്കുന്നവർ കാണുന്നതായി കുണ്ഠിതപ്പെട്ടു. അന്നേരം പരാശരൻ തൻ്റെ തപശക്തി കൊണ്ട് മൂടൽമഞ്ഞ് നിർമ്മിച്ച് എങ്ങും ഇരുട്ടാക്കി. ദ്രുതമായി ഗർഭം വളർന്ന സത്യവതി തപശക്തിയിൽ നദീമധ്യത്തിൽ നിർമ്മിച്ച ദ്വീപിൽ കുഞ്ഞിന് ജന്മം നൽകി. ആഗ്രഹപ്രാപ്തനായ പരാശരൻ, നിന്നിൽ ഞാൻ അതീവ സംതൃപ്തനാണ്, അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള ഒരു വരം സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. സത്യവതി പറഞ്ഞു, മഹാത്മാവേ, ജന്മനാ കിട്ടിയ എൻ്റെ ഈ മത്സ്യഗന്ധം മാറ്റി സുഗന്ധവാഹിനിയാക്കി തന്നാലും. പരാശരൻ അവളുടെ അഭീഷ്ടസിദ്ധി വരുത്തി. അങ്ങനെ അവൾ കസ്തൂരി സുരഭിലയായി ആഹ്ലാദചിത്തയായി. ജനിച്ച ഉടനെ തന്നെ വലുതായ ധീമാനും ലോകാചാര്യനുമായ അവൻ അമ്മയിൽ നിന്ന് തപസ് ചെയ്യുന്നതിനുള്ള അനുവാദം വാങ്ങി. പോകുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തു. എപ്പോൾ അമ്മയ്ക്ക് എന്നെ കാണാൻ ഇച്ഛയുണ്ടാകുന്നോ അന്നേരം എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ ഉടൻ തന്നെ ആഗതനായിക്കൊള്ളാം. കറുത്ത നിറമായിരുന്നത് കൊണ്ട് കൃഷ്ണൻ എന്ന് അവൻ അറിയപ്പെട്ടു. ദ്വീപിൽ ജനിച്ച് വളർന്നതിനാൽ ദ്വൈപായനൻ എന്നും പേരുണ്ടായി. അങ്ങനെ കൃഷ്ണദ്വൈപായനൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹം വളർന്ന് വേദങ്ങളെ പകുത്ത് ക്രമീകരിച്ചതിനാൽ വേദങ്ങളെ വ്യസിച്ചു എന്ന അർത്ഥത്തിൽ വേദവ്യാസൻ എന്ന നാമം പുകഴ്പെറ്റു. സരസ്വതി നദിക്കരയിലാണ് കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ തൻ്റെ ആശ്രമം സ്ഥാപിച്ചത്. സ്കന്ദപുരാണത്തിൽ ഋഷി ജാബാലിയുടെ മകൾ വാടിക അല്ലെങ്കിൽ പിഞ്ചലിയെ വിവാഹം കഴിച്ചതായി പറയുന്നുണ്ട്. മറ്റൊരിടത്തും ഇത് പരാമർശിച്ചതായി കാണുന്നില്ല. പ്രധാനപ്പെട്ട ശിഷ്യന്മാർ വൈശമ്പായനൻ, സുതൻ, പൈലൻ, ജൈമിനി തുടങ്ങിയവരാണ്. മകൻ ശുകൻ്റെ അമ്മയായി വാടികയെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനനകഥയും കൗതുകകരമാണ്. പഞ്ചഭൂതങ്ങളായ ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി ഇവയുടെയെല്ലാം തേജസ് ഒത്തുചേർന്ന ഒരു പുത്രനുണ്ടാകുന്നതിനായി 100 വർഷം ശിവനെ തപസ് ചെയ്ത് വരം വാങ്ങി. ഒരിക്കൽ അഗ്നി ജ്വലിപ്പിക്കുന്നതിനായി അരണിക്കോൽ കടയുകയായിരുന്ന വ്യാസനെ ആകർഷിക്കാൻ വേണ്ടി ഹൃതാചി എന്ന ഒരു അപ്സരസ് മുമ്പിൽ വന്ന് ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി. അതിസുന്ദരിയായ ഹൃതാചി ഇതിനു മുമ്പ് പല ഋഷിമാരെയും പാട്ടിലാക്കി തേജസ്വികളായ പുത്രരെ നേടിയിട്ടുണ്ട്. മനസ്സംയമനം പരിശ്രമിച്ചെങ്കിലും പിടിവിട്ടുപോയ വ്യാസന് മനചാഞ്ചല്യത്തിൽ ഇന്ദ്രിയസ്ഖലനമുണ്ടായി. ഹൃദാചി ഉടനെ ഒരു ശുകത്തിൻ്റെ രൂപത്തിൽ പറന്നുപോയി. അശ്രദ്ധനായിരുന്ന അരണി കടഞ്ഞുകൊണ്ടിരുന്ന വ്യാസൻ്റെ തേജസ് അരണിക്കുഴിയിൽ പതിച്ചു. അതിൽ നിന്ന് ഉണ്ടായ ശിശുവിന് ശുകത്തിൻ്റെ പ്രേരണയാൽ ഉണ്ടായതുകൊണ്ട് ശുകൻ എന്ന് പേര് വന്നു. ശുകൻ്റെ
ഉപനയന കർമ്മങ്ങൾ അച്ഛനായ വ്യാസൻ തന്നെ നിർവഹിച്ചു. അനന്തര വിദ്യാഭ്യാസം ബൃഹസ്പതിയുടെ ഗുരുകുലത്തിലായിരുന്നു. എങ്കിലും വിദ്യാഭ്യാസത്തിൽ സംതൃപ്തനാകാതെ ജനകനടുത്തുപോയി ഉപദേശം സ്വീകരിച്ചു. ജനകൻ്റെ അടുക്കൽ പോയി തുടർ പഠനം പൂർത്തിയാക്കി. ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. ശേഷം തുടരും.